everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇമോഷണലി മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇമോഷണൽ മെച്യൂരിറ്റി. സോ ഒരു വ്യക്തിക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷനെ ആണെങ്കിലും സ്വയം ഇതാർക്കാണോ ഇല്ലാത്തത് അവനവൻ്റെ തന്നെ ഇമോഷണൽ സൈഡിനെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാതെ വരും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇമോഷണലി മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താനും. സോ ഒരു വ്യക്തിക്ക് ഇമോഷണലി മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇമോഷണലി ഇമ്മേച്യൂർ ആയിട്ടാണ് ആ വ്യക്തി പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ അവരിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ സൊല്യൂഷനും ഇത് തന്നെയാണ്. ഈ 3 സൈൻസ് കാണുന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആവുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സൊല്യൂഷനും. സോ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഒന്നിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഒരുപക്ഷെ അവരുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അതായത് അവരുടെ ഭാഗത്തായിരിക്കും ഒരു കാര്യം നടന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ അവർ പറയും ഓക്കെ അതെന്റെ മാറ്റർ അല്ല, അല്ലെങ്കിൽ ഞാനല്ല അതിന്റെ റീസൺ, മറ്റൊരാളാണ്, അല്ലെങ്കിൽ അവനാണ്, അല്ലെങ്കിൽ അവളാണ്, അല്ലെങ്കിൽ അതായിരുന്നു റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ബ്ലെയിം അവർക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്നും എസ്കേപ്പ് ആവുന്ന ഒരു രീതി. അങ്ങനെയാവുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെയാണ് അവർ കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇമോഷണലി ഇമ്മെച്യൂർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് ആ വ്യക്തി ഇമോഷണലി മെച്യൂർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ അവരുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ ഉണ്ടായിരിക്കും, അവരുടെ ഭാഗത്തുനിന്നും വന്നൊരു കാര്യം ഉണ്ടായിരിക്കും, അതിൽ മിസ്റ്റേക്ക് മനസ്സിലാക്കി അവരത് അഡ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇമോഷണലി ഇമ്മെച്യൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്ന ഒന്നാമത്തെ സൈൻ ഇതാണ്. അവരെപ്പോഴും മറ്റുള്ള കാര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കിൽ നിന്നും അവർ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, അവരുടെ എൻറ്റയർ മൂഡ് തീരുമാനിക്കുന്നത് അവരുടെ ആ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും. ചിലപ്പോൾ അവരുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ വർക്ക് പ്രഷർ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അത് അവരുടെ കൺട്രോളിലുള്ള ഒരു കാര്യം തന്നെയാണ് ആക്ച്വലി. അതായത് അവർക്കത് കുറച്ച് ടൈം എടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പേഷ്യൻസ് കാണിച്ച് ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷെ വർക്ക് പ്രഷർ വന്നു എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ്. അതിൽ അവർ അൺകംഫർട്ടബിൾ ആകുന്നു. ഈ ഒരു അൺകംഫർട്ടബിലിറ്റി പിന്നീട് ആ ഒരു എൻറ്റയർ ഡേയും അവർ കൊണ്ടുപോകും. ചിലപ്പോൾ അവർ അൺഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യും, അവരിൽ ഒതുങ്ങാതെ അവരൊപ്പമുള്ള ആളുകളിലേക്കും ഇങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. അത് സന്തോഷമില്ലാത്ത രീതിയിലാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ചുറ്റുള്ള ആളുകളോടൊക്കെ ആ ഒരു അൺഹാപ്പിനെസ് ആയിരിക്കും പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ചുറ്റുള്ള ആളുകളെ കൂടി അവരെന്ത് ചെയ്യും, അൺഹാപ്പി ആക്കി മാറ്റും. ഇങ്ങനെ ഇവരുടെ ലൈഫിൽ ഒരു ഡേയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും, ഒരു കാര്യം ഉണ്ടായിരിക്കും, അതിലങ്ങ് സ്റ്റക്കായി ആ ഒരു എൻറ്റയർ മൂഡിനെ ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവരതിനെ അങ്ങോട്ട് അതിലേക്ക് പോവുകയാണ്. അങ്ങനെയാവുന്ന സമയത്തും അവർക്ക് ആ ഒരു ഇമോഷൻസിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാം. ഇൻ കേസ് നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇമോഷണലി ഇമ്മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. ആ ഒരു മൂഡ് എന്താണോ അത് തന്നെ ആ ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ ഒരു സൈന്. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുക. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഇനി ഇമോഷണലി ഇമ്മെച്യൂർ ആയി ബിഹേവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, അവരെപ്പോഴും സൈലന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ഡിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തുകൊണ്ടൊക്കെ പണിഷ് ചെയ്യും. എന്തിനു പകരം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം. ഒരു പക്ഷേ അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ഹേർട്ടായി, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി, അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് സംഭവിച്ചു. ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു ഇമോഷൻ ആയിരിക്കുമല്ലോ നമുക്ക് ഫീൽ ചെയ്യുക. സോ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത്, അതെനിക്ക് അൺകംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഇനി എനിക്കത് പറ്റില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ
ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ദേ വിൽ ഗീവ് സൈലന്റ് ട്രീറ്റ്മെന്റ്, ഒന്നും സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഇങ്ങനെ സംസാരിക്കാതെ നമ്മളിത് ഉള്ളിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കൂടി ആരാണോ ഹോൾഡ് ചെയ്യുന്നത് ആ വ്യക്തി കൂടി ഗ്രാജുവലി നെഗറ്റീവ് ആവാൻ തുടങ്ങും. അതായത് ഒന്നും സംസാരിക്കുന്നില്ല അവർ. അത് സംസാരിച്ച് തീർത്ത് കഴിഞ്ഞാൽ ആ ഒരു റിലാക്സേഷൻ കിട്ടും, പക്ഷെ സംസാരിക്കില്ല. ഇങ്ങനെയാവുന്ന സമയത്തും ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇമോഷണലി മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി. ഈ 3 രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിൽ ഇമോഷണലി മെച്യൂർഡ് ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഇതിൽ തന്നെയുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു രീതിയാണ്, അല്ലെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് എപ്പോഴും എന്തിനും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പകരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്കാണെങ്കിലും റിലാക്സേഷൻ കിട്ടും. മാത്രമല്ല ആ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ചെയ്ത് എന്താണ് ആക്ച്വലി അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയും. സോ ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇമോഷണലി കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്